മുരുകനും അരുണഗിരിനാഥനും. ഇത് ഒരു പാപിയെ ദൈവം തന്നെ കൈപിടിച്ചുയർത്തിയ അത്ഭുത കഥയാണ്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന പുണ്യനഗരത്തിൽ ഒരിക്കൽ ഒരു യുവാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അരുണഗിരിനാഥൻ. അവൻ ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിമാനായിരുന്നു. കവിത എഴുതാൻ അത്യന്തം കഴിവുള്ളവൻ. പക്ഷേ ജീവിതം തെറ്റായ വഴിയിലേക്ക് പോയി. സുഖവും പാപവും അവനെ പിടിച്ചെടുത്തു. സമ്പത്ത് പോയി, സുഹൃത്തുക്കൾ പോയി, മാനവും ആത്മവിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒരു നാൾ അരുണഗിരിനാഥൻ കണ്ണു നിറഞ്ഞു പറഞ്ഞു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെ അദ്ദേഹം തിരുവണ്ണാമലയിലെ വലിയ ക്ഷേത്രത്തിലേക്ക് പോയി. ഉയർന്ന ഗോപുരത്തിൽ കയറി. കാറ്റ് ശക്തിയായി വീശി. താഴെ ആളുകൾ നടക്കുന്നു. മുകളിൽ അവൻ ഒറ്റയ്ക്ക്. അദ്ദേഹം കണ്ണുകൾ അടച്ച് മുരുകനെ വിളിച്ചു, മുരുകാ, ഞാൻ പാപിയാണ്, എനിക്കിനി രക്ഷയില്ല. പിന്നെ അദ്ദേഹം ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ തുടങ്ങി. അപ്പോഴാണത് സംഭവിച്ചത്. ഒരു പ്രകാശം പോലെ ആരോ വന്ന് അദ്ദേഹത്തെ വായുവിൽ തന്നെ പിടിച്ചു. അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വേലും മയിലും ധരിച്ച സാക്ഷാൽ മുരുകൻ. മുഖത്ത് കരുണ, കണ്ണുകളിൽ സ്നേഹം. മുരുകൻ പറഞ്ഞു, അരുണഗിരിയെ, നീ വീഴരുത്, നിന്റെ ജീവിതം എനിക്ക് വേണം. അരുണഗിരി വിറച്ചുകൊണ്ട് ചോദിച്ചു, സ്വാമി, ഞാൻ പാപിയാണ്, നീ എനിക്ക് വേണ്ടി വന്നോ? മുരുകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നീ കവിയാണ്, നിന്റെ നാവിലൂടെ എൻ്റെ മഹത്വം ലോകം കേൾക്കണം. അന്നു മുതൽ അരുണഗിരിനാഥൻ മുരുകൻ്റെ ഭക്തിഗീതങ്ങൾ എഴുതി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഓരോ വരിയും തീ പോലെ. അങ്ങനെ ജനിച്ചു തിരുപ്പുകൾ, മുരുകൻ്റെ മഹത്വം പാടുന്ന ദിവ്യഗാനങ്ങൾ. കാലം കഴിഞ്ഞു. ഒരു ദിവസം അരുണഗിരിനാഥൻ ദൂരെ ഒരു മുരുകക്ഷേത്രത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം തളർന്നു. കാലുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചു, മുരുക, നിന്റെ ക്ഷേത്രങ്ങൾ കാണണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിനി ശക്തിയില്ല. അപ്പോൾ മുരുകൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അരുണഗിരി, നീ നടക്കണ്ട, എൻ്റെ തോളിലിരിക്കൂ. അരുണഗിരിനാഥൻ ഞെട്ടി, സ്വാമി, ഞാൻ മനുഷ്യൻ, നിന്റെ തോളിലിരിക്കാൻ എനിക്ക് ധൈര്യമില്ല. മുരുകൻ പറഞ്ഞു, ഭക്തൻ എനിക്ക് ഭാരമല്ല, ഭക്തൻ എനിക്ക് മകനാണ്. അങ്ങനെ മുരുകൻ്റെ തോളിൽ അരുണഗിരിനാഥൻ ഇരുന്നു. അദ്ദേഹം മുരുകൻ്റെ ചെവിയിൽ പാടി, ശരവണ സുബ്രഹ്മണ്യ. ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അന്ന് ലോകം മനസ്സിലാക്കി, മനുഷ്യനെ ഉയർത്താൻ ദൈവം തന്നെ ഇറങ്ങി വരും, ഭക്തി സത്യമായാൽ. അവസാനം അരുണഗിരിനാഥൻ പറഞ്ഞു, എന്നെ രക്ഷിച്ചത് എൻ്റെ പുണ്യമല്ല, മുരുകൻ്റെ കരുണയാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. മുരുകൻ്റെ വിവിധ നാമങ്ങൾ കമൻറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.